ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഇവിടെ കമോൺ. നമുക്കപ്പോൾ ഇന്ന് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ 2 പാക്കറ്റ് അരിയട എടുത്തിട്ടുണ്ട്. അത് വെള്ളവും നെയ്യും ഒഴിച്ച് നന്നായി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേവിച്ച് മാറ്റി വെക്കുമ്പോഴും നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വിട്ടുവിട്ട് കിടക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് കട്ട പിടിച്ചിട്ട് ഒരു സുഖമില്ലാത്ത രീതിയിലാവും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതങ്ങനെ വേവിച്ച് ദേ മാറ്റി സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് വേറൊരു പാത്രം, അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ശർക്കര അതിലേക്കിട്ട് ഉരുക്കിയെടുക്കണം. നമ്മളുടെയൊക്കെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ശർക്കരയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഞങ്ങളിവിടെ ശർക്കരയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്, കട്ട ശർക്കരയല്ല. ആതിര എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ശർക്കര പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 1 പാക്കറ്റ് പൗഡറേ എടുത്തിട്ടുള്ളൂ. അതായത് 2 കവർ റിബൺ അടയ്ക്ക് 1 പാക്കറ്റ് ശർക്കര പൗഡർ. അത് നമ്മൾ നന്നായിട്ട് ഉരുക്കി ഇനിയും ഏത് പാത്രത്തിലാണോ നമുക്ക് പായസം ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. ഇതിനകത്ത് കുറേ അഴുക്കും പൊടിയും ഒക്കെ കാണും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഒരു കാരണവശാലും ശർക്കര നമ്മൾ നേരിട്ട് പായസത്തിലേക്ക് ചേർക്കരുത്. ഈ മണ്ണും പൊടിയൊക്കെ നമ്മളത് തിന്നേണ്ടി വരും. ഇങ്ങനെ അരിച്ച് എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ശർക്കരപ്പാനി നന്നായി തിളപ്പിക്കണം. അതിനുവേണ്ടി അടുപ്പ് ഓണാക്കുക. എന്നിട്ട് അതിനെ തിളയ്ക്കാനായി വിടുക. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിയട ഇതിലേക്ക് ഇടുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരിയട പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് ഇനി മാറാൻ പറ്റില്ല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അടുക്കി പിടിക്കാൻ പാടില്ല, കട്ട പിടിക്കാൻ പാടില്ല. അപ്പം നമ്മൾ പതുക്കെ നിന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴും നമ്മുടെ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇനിയും ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ചിലരൊക്കെ 3ാം പാലും പിഴിയും. പക്ഷേ ഇവിടെ നമ്മൾ 3ാം പാൽ എടുത്തിട്ടില്ല, 2 1 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 2ാം പാൽ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഈ അടപ്രഥമൻ ഈ 2ാം പാലിൽ കിടന്ന് നന്നായി തിളച്ച് വെന്ത് വറ്റിക്കിടണം. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ക്രീം മിൽക്കാണ് കോക്കനട്ടിൻ്റെ. അത് മറക്കരുത്. 1ാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിഴിയുന്ന തേങ്ങാപ്പാൽ. അത് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് ഇളക്കി കൊടുക്കാം. ഇതും നല്ല തീയിൽ അടുപ്പിലിരുന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് കുറുകണ്ടാത്തവർക്ക് ഒത്തിരി നേരം വെക്കണ്ട, എന്നാൽ ഒരു തിളയൊക്കെ വരണം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കശുവണ്ടിയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തെടുക്കാം. കശുവണ്ടിയും തേങ്ങാക്കൊത്തും ഒക്കെ അടപ്രഥമനകത്ത് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, നമ്മുടെ ഇന്നത്തെ ഷെഫ് അരുണാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഓണസദ്യക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇപ്പം അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തേങ്ങാക്കൊത്ത് കുനുകുനാന്നരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് നെയ്യിലിട്ട് വറുത്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലൊരു ഗോൾഡൻ കളർ ആവണം. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടി പായസത്തിലേക്ക് ഇടാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ അടപ്രഥമൻ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു 5-6 ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന പൗഡറും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടപ്രഥമൻ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒരുപാടിട്ട് തിളപ്പിക്കരുത്, ഒരുപാട് വറ്റിക്കരുത്. അപ്പോൾ അത് കട്ടിയായി പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് വിളമ്പാനാവുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു രുചിയോറും അടപ്രഥമൻ ഒത്തൻറ്റിക് സ്റ്റൈലിൽ. ഈ അടപ്രഥമൻ്റെ കൂടെ പഴവും പപ്പടവും ഒക്കെ കുഴച്ച് കഴിക്കാൻ അടിപൊളി.